Hi all, welcome to Wings to Win Education. കൺസ്യൂമർ ബിഹേവിയർ UGC നെറ്റ് സെറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനെ നേരിടുന്നവർക്കായിട്ടുള്ളൊരു സെഷനാണ്. മുമ്പ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിന്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെഷനിൽ നമ്മൾ കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് കണ്ടിരുന്നു. കാർഡിനൽ യൂട്ടിലിറ്റി പ്രകാരം യൂട്ടിലിറ്റിയെ അല്ലെങ്കിൽ സംതൃപ്തിയെ സാറ്റിസ്ഫാക്ഷനെ നമുക്ക് യൂണിറ്റ് ബേസ് ആയിട്ട് നമ്പേഴ്സിൽ അളക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു കാർഡിനലിസ്റ്റുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഇത്ര യൂട്ടിലിറ്റി കിട്ടി, അല്ലെങ്കിൽ 2 യൂട്ടിലിറ്റി കിട്ടി, 4 യൂട്ടിലിറ്റി കിട്ടി എന്നിങ്ങനെ അളക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരുന്നത്. എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലേക്ക് വരുമ്പോൾ it is the approach based on the fact that the utility of a commodity cannot be measured in absolute quantity. കാർഡിനലിസ്റ്റുകൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. അതായത് യൂട്ടിലിറ്റിയെ ഒരിക്കലും നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു അബ്സല്യൂട്ട് നമ്പറിൽ മെഷർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് വെച്ചിട്ട് ഇത്ര യൂട്ടിലിറ്റി കിട്ടി എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഓർഡിനലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഓർഡിനലിസ്റ്റുകൾ ആരാണ്? കാർഡിനലിസ്റ്റുകളെ തികച്ചും അവരുടെ വ്യൂ പോയിന്റിനെ മാറ്റിമറിച്ചുകൊണ്ട്, അവരുടെ വ്യൂ പോയിന്റ് തെറ്റാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ആര് മുന്നോട്ട് വരുന്നത്? ഓർഡിനലിസ്റ്റുകൾ മുന്നോട്ട് വരുന്നത്. കാർഡിനലിസ്റ്റുകളെ നമുക്ക് ട്രഡീഷണൽ എക്കണോമിസ്റ്റ്സ് എന്ന് വിളിക്കാമെങ്കിൽ ഓർഡിനലിസ്റ്റുകളെ നമുക്ക് മോഡേൺ എക്കണോമിസ്റ്റ് എന്ന് വിളിക്കാം. They maintain that the utility being the psychological phenomena cannot be measured theoretically, quantitatively and even cardinally. It can only be ranked. നമ്മുടെ യൂട്ടിലിറ്റി അല്ലെ, നമ്മൾ പറയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംതൃപ്തിയെയാണ്, സാറ്റിസ്ഫാക്ഷനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സിംപ്ലി യൂട്ടിലിറ്റി ഈസ് ദി വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്. ഞാനൊരു ആപ്പിൾ കഴിച്ചു, ആ ആപ്പിളിൽ നിന്നും എനിക്ക് 10 യൂട്ടിലിറ്റി കിട്ടി, 4 യൂട്ടിലിറ്റി കിട്ടി, അല്ലെങ്കിൽ 40 യൂട്ടിലിറ്റി കിട്ടി എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റില്ല. അതൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല, കാർഡിനലി മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്. അത് റാങ്ക് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഓർഡിനലിസ്റ്റുകൾ പറയുന്നത്. അതായത് ഞാനൊരു ആപ്പിൾ കഴിച്ചു, അതിൽ നിന്നും എനിക്ക് ഇത്ര സംതൃപ്തി കിട്ടി. ഇനി അതിനുശേഷം ഞാനൊരു ഓറഞ്ച് കഴിക്കുകയാണ്, അപ്പോൾ ഈ ആദ്യം ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടിയത് എനിക്ക് ആപ്പിളിൽ നിന്നാണ്, സെക്കൻഡ് മാത്രമേ എനിക്ക് ഓറഞ്ചിൽ നിന്നും സംതൃപ്തി കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നതാണ് ആര് പറയുന്നത്? ഓർഡിനലിസ്റ്റുകൾ പറയുന്നത്. Modern economists have applied the ordinal utility concept to study the consumer behavior. He introduced the tool of analysis indifference curve to analyze the consumer behavior. മോഡേൺ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഹിക്സും അലനും കൂടെയാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന ഒരു കർവ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്യൂമറുടെ ബിഹേവിയറിനെ ഓർഡിനൽ അപ്രോച്ചിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ളവരാരാണ്? ഹിക്സും അലനും കൂടെ ചേർന്നിട്ടാണ്. സോ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. Indifference curve analysis. The indifference curve approach firstly introduced by Pareto in 1906, but it is elaborated by Hicks and Allen. Hicks presented his comprehensive version in his Value and Capital in 1939. 1906 പെരറ്റോ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ച്, പക്ഷെ ഈ പേരിലൊന്നും അല്ല, ഈ ഒരു അപ്രോച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? പാരറ്റോ 1906 തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെട്ടതും ഇതിനെ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളതും ആരാണ്? ഹിക്സും അലനും കൂടെ ചേർന്നിട്ടാണ്. ഹിക്സിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്, വാല്യൂ ആൻഡ് ക്യാപിറ്റൽ. 1939 ഹിക്സ് ഈ ഒരു ബുക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഈ ബുക്കിലാണ് ഹിക്സ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്.
IC based on weak ordering principle. ഓർത്തിരിക്കുക ഇൻഡിഫറൻസ് കർവ് വീക്ക് ഓർഡറിംഗ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇൻഡിഫറൻസ് കർവ് ഓൾസോ നോൺ ആസ് ഐസോ യൂട്ടിലിറ്റി കർവ്. ഇറ്റ് ഈസ് എ സ്മൂത്ത് കോൺവെക്സ് കർവ്. അപ്പൊ ഇൻഡിഫറൻസ് കർവിനെ ഐസോ യൂട്ടിലിറ്റി കർവ് എന്നൊക്കെ വിളിക്കാം. ഇതൊരു സ്മൂത്ത് കോൺവെക്സ് കർവ് ആണ്. ഇതിന്റെ ഷേപ്പ് എന്താണ്? നോർമൽ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് കോൺവെക്സ് ടു ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്? കോൺവെക്സ് ആണ്. നമ്മളൊരു കർവിന്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് എപ്പോഴും അത് ഏത് ആംഗിളിൽ നിന്ന് നോക്കുന്നു എന്നുള്ളതിനെയും കൂടെ ബേസ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ കോൺവെക്സ് ഷേപ്പ് ആണ് ആർക്കുള്ളത്? ഇൻഡിഫറൻസ് കർവിനുള്ളത്. പക്ഷെ അത് മുകളിൽ നിന്നാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിലോ അതിനൊരു കോൺകേവ് ഷേപ്പ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഒറിജിനിൽ നിന്നും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും കർവിനെ പറയാറുള്ളത്. ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ഒറിജിൻ ആണ് കേട്ടോ. IC is the locus of points of particular combinations of bundles of goods which is the same utility to the consumers. ഇപ്പൊ എന്താണ് IC? IC ന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നോക്കിക്കോളൂ. ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് പെർട്ടിക്കുലർ കോമ്പിനേഷൻസ് ഓഫ് ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് ദി സെയിം യൂട്ടിലിറ്റി ടു ദി കൺസ്യൂമർ. കൺസ്യൂമർ രണ്ട് ഗുഡ്സ് ഒരുമിച്ച് കൺസ്യൂം ചെയ്യണം. അതിൽ നിന്നും സെയിം യൂട്ടിലിറ്റി കാണിക്കുന്ന കോമ്പിനേഷൻസിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു കോൺവെക്സ് ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ കോൺവെക്സ് ഷേപ്പ് ഉള്ള ഒരു കർവ് ആണ് ഇൻഡിഫറൻസ് കർവ്. ഇവിടെ എക്സ് ആക്സിസിൽ ബനാനാസ് കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ ആപ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവരെ ഒരു കൺസ്യൂമർ എന്ത് ചെയ്യാണ്? ബനാനാസും ആപ്പിൾസും കൂടെ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാണ്. ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ പല ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യാം? അവർക്ക് പർച്ചേസ് ചെയ്യാം. ഇങ്ങനെ ഏതെല്ലാം ക്വാണ്ടിറ്റീസ് ചേരുമ്പോഴാണ് അവർക്ക് സെയിം സംതൃപ്തി കിട്ടുന്നത് എന്നുള്ളതാണ് ആര് കാണിക്കുന്നത്? ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ബനാനയുടെ 20 ബനാനാസും 14 ആപ്പിൾസും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ എ എന്ന് പറയുന്ന പോയിന്റ്. എയിൽ കിട്ടുന്ന അതേ സംതൃപ്തി ബിയിലും കിട്ടും, ബിയിൽ കിട്ടുന്ന അതേ സംതൃപ്തി സിയിലും കിട്ടും. ഇങ്ങനെ എയിലും ബിയിലും സിയിലും ഒക്കെ കിട്ടുന്ന അതേ സംതൃപ്തി ഈ ഇൻഡിഫറൻസ് കർവിന്റെ ഏത് പോയിന്റിലും കിട്ടും. പക്ഷെ അവിടെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾക്ക് കാണാം. ചിലതിൽ ബനാനാസ് കൂടുതലും ചിലതിൽ ആപ്പിൾസ് കൂടുതലും ആയിരിക്കും കേട്ടോ. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ 20 ബനാനാസും 14 ആപ്പിൾസും ആണ്. ഇനി ഇവിടെ ഇപ്പൊ ഒരു 100 സംതൃപ്തി കിട്ടും. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? സംതൃപ്തിയെ മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഇവിടെ എയിൽ 100 സംതൃപ്തിയാണ്. അതേ 100 സംതൃപ്തി തന്നെയാണ് ഏതിലും കിട്ടുന്നത്? ബിയിലും കിട്ടുന്നത്. എയില് 100 സംതൃപ്തി കിട്ടാൻ 20 ബനാനാസും 14 ആപ്പിൾസും വേണം. പക്ഷെ ബിയിലേക്ക് എത്തുമ്പോൾ അവിടെ 26 ബനാനാസും 10 ആപ്പിൾസും ആണ്. അപ്പൊ ബനാനാസ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ എക്ക് പകരം ഏത് ചൂസ് ചെയ്യാം? ബി ചൂസ് ചെയ്യാം. ഇനി അതിനേക്കാൾ കൂടുതലായിട്ട് ബനാനാസ് വേണമെന്നുണ്ടെങ്കിൽ സി ചൂസ് ചെയ്യാം അല്ലെ. അപ്പൊ ഇങ്ങോട്ട് താഴേക്ക് പോകുന്തോറും ബനാനാസിന്റെ എണ്ണം കൂടി വരികയും മുകളിലേക്ക് പോകുന്തോറും ബനാനാസിന്റെ എണ്ണം കുറഞ്ഞ് ആപ്പിളിന്റെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പോൾ സെയിം സംതൃപ്തി നിലനിർത്താൻ എന്ത് ചെയ്യണം? ഒരു കമ്മോഡിറ്റി കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കമ്മോഡിറ്റിയെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ത്യജിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിന് കോൺവെക്സ് ഷേപ്പും അതുപോലെ തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള സ്ലോപ്പും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2 കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്മോഡിറ്റീസിന്റെ കോമ്പിനേഷൻ, 2 കമ്മോഡിറ്റീസും പല കോമ്പിനേഷനിൽ നമുക്ക് ചേർക്കാവുന്നതാണ്, പല കോമ്പിനേഷനിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്നും സെയിം യൂട്ടിലിറ്റി കിട്ടുന്ന കോമ്പിനേഷൻസിനെ ചേർത്ത് വരക്കുന്ന കർവിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കാം. ഇൻഡിഫറൻസ് കർവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അസംപ്ഷൻസ് ആണ് റാഷണാലിറ്റി. കൺസ്യൂമേഴ്സ് എന്തായിരിക്കണം? റാഷണൽ ആയിരിക്കണം. ആരാണ് ഒരു റാഷണൽ കൺസ്യൂമർ? അതായത് മിനിമം ചെലവഴിച്ചിട്ട് മാക്സിമം കിട്ടണം അല്ലെ. നമുക്ക് കോസ്റ്റ് ചെലവേ വരാൻ പറ്റത്തുള്ളൂ, കോസ്റ്റ് കുറവേ വരാൻ പറ്റത്തുള്ളൂ, പക്ഷെ മാക്സിമം സംതൃപ്തി അതിൽ നിന്നും ലഭിക്കണം. ആ ഒരു ചിന്താഗതി ഉള്ളവരൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? റാഷണൽ കൺസ്യൂമർ എന്ന് വിളിക്കാം. ദെൻ ഓർഡിനൽ യൂട്ടിലിറ്റി. ഓർഡിനലി മാത്രമേ എന്ത് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ, യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ദെൻ ഡിമിനിഷിംഗ് MRS. അതിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം എന്താണ് ഡിമിനിഷിംഗ് MRS എന്ന് പറയുന്നത്. MRS ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ആണ്. ഈ MRS എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. MRSന്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഡിമിനിഷിംഗ് MRS എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് MRS എന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ഭാഗത്ത് പരിചയപ്പെടാം. ദെൻ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അതായത് എനേക്കാൾ എ ബി എന്നുള്ളത് പോയിന്റ് ഉണ്ടെങ്കിൽ എയും ബിയും എപ്പോഴും എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ തുടരണം. ദെൻ ട്രാൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം.
എ ബി സി ഉണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. റേഷണാലിറ്റി, ഓർഡിനൽ യൂട്ടിലിറ്റി, DMRS, കൺസിസ്റ്റൻസി, ട്രാൻസിറ്റിവിറ്റി. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് വലിയൊരു കോൺസെപ്റ്റ് ആണ്, വലിയൊരു ടേം ആണ്. ഇനിയും ഇൻഡിഫറൻസ് കർവിന്റെ ഒരുപാട് ഭാഗങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇൻഡിഫറൻസ് കർവിന്റെ മറ്റു ഭാഗങ്ങൾ, പ്രോപ്പർട്ടീസ് അടങ്ങുന്ന മറ്റു ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ഭാഗത്ത് പരിചയപ്പെടാം. താങ്ക് യു ഫോർ ലേണിംഗ്.